അസ്സലാമു അലൈക്കും. മുസ്ലിം സ്ത്രീക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. അത് ഹൂറന്മാരില്ല. അത് മറ്റേടത്തെ പരിപാടിയായി പോയി. അപ്പൊ ഞങ്ങൾ സ്ത്രീകൾക്കോ ദിസ് ഈസ് ടു മച്ച് അല്ല, ദിസ് ഈസ് ടു മച്ച്. മതിയാ, ഇത്രയും മതിയാ. ചില കമന്റുകളിൽ വരുന്ന കമന്റ്സ്, നിങ്ങൾ സ്വർഗത്തിലെ ഹൂറിമാരാണോ, നിങ്ങൾ ചെയ്യുന്നത് ഹൂറന്മാർക്ക് വേണ്ടിയാണോ, ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ. ഓ, ഇതൊരു അന്തിയിടാ പോയി. ഞാൻ നിസ്കരിച്ച എനിക്ക് ഹൂറിയെങ്കിലും കിട്ടും. ഉമ്മ എന്തിനാ ഈ സാധനമൊക്കെ ചെയ്യുന്നത്? ഉമ്മക്ക് വല്ലതും കിട്ടും? ഇത് എവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? ബെസ്റ്റ്. ഹൂറന്മാർക്ക് വേണ്ടി ഹൂറുകൾക്ക് വേണ്ടി നിസ്കരിച്ചു കഴിഞ്ഞാൽ റബ്ബ് ഇപ്പൊ അങ്ങ് സ്വീകരിക്കും, നോക്കിയിരുന്നാ മതി. ഒരു മോശമായ ഇന്റൻഷൻ വെച്ചിട്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ റബ്ബ് എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? അതായത് പടച്ചോൻ നമ്മളോട് എന്താ പറയുന്നത്? നിസ്കരിക്കുന്ന സമയത്ത് ഒരു നെഗറ്റീവ് തോട്ട്സ് പോലും വരാൻ പാടില്ല എന്ന് പറയുന്ന റബ്ബ് എങ്ങനെയാണ് ഇനി ഒരു മോശമായ ഒരു ഇന്റൻഷൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടുന്നത്? ഒന്ന് പറഞ്ഞേ. നമ്മൾ നിസ്കരിക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം നിസ്കരിക്കാൻ. കാരണം നിസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളയും നമ്മളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്, അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിട്ട് നിസ്കരിക്കുക എന്നുള്ള അർച്ചമെന്റ് ചെയ്യുന്ന ഏത് കാര്യമായിക്കോട്ടെ, അതൊരു മോശമായ ഇന്റൻഷൻ കണ്ടുകൊണ്ടാണ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പഠിച്ചോ നിങ്ങളെ സ്വർഗ്ഗം പോലും കാണിക്കൂല. അത് ഓർമ്മയിലുണ്ടാവും. നമ്മൾ പറയാറുള്ളത് സ്ത്രീകൾ മാത്രം വിചാരിച്ചാൽ മതി ഈ മതങ്ങൾ തകരും, പ്രത്യേകിച്ച് ഇസ്ലാം തകരും എന്നുള്ളത് പറയുന്നത് അതുകൊണ്ട് നടന്നു തന്നെ. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങൾ ആഗ്രഹിക്കാറുണ്ട്. എല്ലാം നടക്കാറുണ്ടോ? ഇല്ല. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യും? ആഗ്രഹങ്ങളെല്ലാം ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഇത് മാത്രം നടക്കൂല. കാരണം സ്ത്രീകൾക്കെന്നല്ല, പുരുഷന്മാർക്കെന്നല്ല, ഒരു മനുഷ്യർക്കും ഇസ്ലാം മതത്തിനെ തകർക്കാൻ സാധ്യമല്ല. കാരണം ഇസ്ലാം മതത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അത് മനുഷ്യരല്ല, റബ്ബാണ്. അത് ഞാൻ പറഞ്ഞതല്ല, എന്റെ കാഴ്ചപ്പാടല്ല, എന്റെ ആശയമല്ല, ഇത് ഖുർആൻ പറഞ്ഞു തന്ന കാര്യമാണ്. ഈ ഖുർആൻ ഇത്രയും റിസർച്ച് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ. എന്നിട്ട് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകളൊന്നും കണ്ടില്ല. അതെന്താ? അത് സാരിയില്ല, ഞാൻ പറഞ്ഞു തരാം. അധ്യായം 9 അത്തൗബ 32. അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശത്തെ തങ്ങളുടെ വായ കൊണ്ട് ഊതിക്കെടുത്തി കളയാമെന്ന് അവർ ഉദ്ദേശിക്കുന്നു. അള്ളാഹു ആകട്ടെ തന്റെ പ്രകാശത്തെ പരിപൂർണമാക്കിയിട്ടേ അടങ്ങുകയുള്ളൂ. സത്യനിഷേധികൾ അത് വെറുക്കുന്നുണ്ടെങ്കിലും ശരി. വിശദീകരണമുണ്ട്, അതിനു മുമ്പേ തോക്കിക്കേറി വെടിവെക്കരുത്. ലോകത്തിലെ പുരോഹിത വർഗങ്ങളും അവരുടെ താഴ്ത്തുന്നത് തുള്ളുന്ന പാമര ജനങ്ങളും അള്ളാഹുവിന്റെ പ്രകാശത്തെ മനുഷ്യവംശത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അവൻ നടപ്പിൽ വരുത്തുവാൻ ഉദ്ദേശിക്കുന്ന ജീവിത പദ്ധതിയെ തല്ലി തകർത്ത് കളയാമെന്ന് വ്യാമോഹിക്കുന്നു. അതവർക്ക് ഒരിക്കലും സാധ്യമാവുകയില്ല. മനുഷ്യ പ്രകൃതിക്ക് അനുയോജ്യമായ ജീവിത പദ്ധതിയാണ് അള്ളാഹുവിന്റേത്. അതിനെതിരായി കൊണ്ടുവരുന്ന പുരോഹിതന്മാരുടെ ജീവിത പദ്ധതികൾ എത്ര തന്നെ പൊടുപ്പും തൊങ്ങലും വെച്ച് പിടിപ്പിച്ച് അലങ്കരിച്ചാലും, എത്ര തന്നെ പാടുപെട്ടാലും അവസാനം അത് പരാജയപ്പെടുകയുള്ളൂ എന്ന് ഖുർആൻ മുന്നറിയിപ്പ് നൽകുകയാണ്. ഇതാണ് ശരിക്കും ഖുർആൻ പറയുന്നത്. അപ്പൊ ഇത് നന്നായിട്ട് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം വിലയിരുത്തുക.